നമസ്തേ, ഞാൻ അഞ്ജന അനിൽ. ഇന്ന് ഞാൻ മറ്റൊരു ചോദ്യമായാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ നെറുകയിൽ എപ്പോഴും മയിൽപ്പീലി ചൂടാറുള്ളത്? എന്തുകൊണ്ടാണ് എപ്പോഴും മഞ്ഞ ചേല ഉടുക്കാറുള്ളത്? എന്തുകൊണ്ടാണ് എപ്പോഴും കയ്യിൽ ഒരു പുല്ലാങ്കുഴലുണ്ടാവും? പിന്നെ എന്തുകൊണ്ടാണ് കണ്ണൻ കറുപ്പ് നിറം? അങ്ങനെ എല്ലാ ദൈവങ്ങളെ വെച്ചും കുറച്ച് വ്യത്യസ്തമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ സംശയം. നമുക്ക് ചോദിക്കാം. നമസ്തേ. ഒന്നാമത്തെ ഉത്തരം ഭവാനി അഞ്ജന നിറം എങ്ങനെ വന്നു എന്നുള്ള അഞ്ജനയുടെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ കവിതയിൽ തന്നെ പറയുന്നുണ്ട്, പാട്ടിൽ തന്നെ പറയുന്നുണ്ട്, എന്തേ കണ്ണന് കറുപ്പ് നിറം, കാളന്തിയിൽ കുടിച്ചതിനാലോ കാളിയനെ കൊന്നതിനാലോ ചൊല്ലുരാധേ എന്തേ കണ്ണന് കറുപ്പ് നിറം. ഇവിടെ കണ്ണന്റെ കറുപ്പ് പ്രകൃതിയുടെ നിറമാണ്, കാർമേഘത്തിന്റെ നിറമാണ്. കാർമേഘം പ്രകൃതിയെ പൂവണിയിക്കുകയാണ്, പ്രകൃതിക്ക് കുളിർമ പകരുകയാണ് കാർമേഘം പെയ്തിറങ്ങുമ്പോൾ. അപ്പോ പ്രകൃതിക്ക് ഏറ്റവും അനുഭവവേദ്യമായ വൈകാരികത്വങ്ങളെ പ്രദാനം ചെയ്യുന്ന വസ്തുതയാണ് എന്ത്? കാർമേഘം. ആ കാർമേഘ വർണ്ണനാണ് ഭഗവാൻ. കറുത്ത നിറത്തിന്റെ ഒരു വലിയ പ്രത്യേകത സൂര്യന്റെ 7 നിറങ്ങളെയും, ഇപ്പോ അഞ്ജന പഠിച്ചിട്ടുണ്ട്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നിങ്ങനെയുള്ള സപ്തവർണ്ണങ്ങളെയും തന്നിലേക്ക് ആഗിരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ് നിറം. ഈ 7 നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറമാണ് വെളുപ്പ് നിറം. ഇവിടെ 7 നിറങ്ങളായി പറയുന്നത് നമ്മുടെ വിവിധ തലത്തിലുള്ള സങ്കല്പങ്ങളാണ്, സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ്, ആഗ്രഹങ്ങളാണ്. ഇവിടെ 7 നിറം എന്ന് സൂചിപ്പിക്കുന്നത് വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങളെ കുറിച്ചുമാണ്. ഏത് വ്യത്യസ്തതയും തന്നിലേക്ക് ചേർത്ത് നിർത്തി ഒന്നാക്കി മാറ്റുന്ന ചൈതന്യ സ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് 7 വർണ്ണങ്ങൾ ആഗിരണം ചെയ്യുന്ന കറുപ്പ് നിറം ഭഗവാൻ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരുപക്ഷെ ഭഗവാൻ കാളന്തിയിൽ കുളിച്ചതുകൊണ്ടോ കാളിയന്റെ അഹങ്കാരത്തെ കൊന്നതുകൊണ്ടോ ആകണം എന്നുള്ളത് കവിയുടെ ഭാവനയാണ്. ചിലപ്പോ ആകാം, അല്ലെങ്കിൽ ആകണമെന്നില്ല. മറ്റൊന്ന്, ഭഗവാന്റെ തിരുനെറ്റിയിൽ ഭഗവാൻ ചൂടിയിരിക്കുന്ന മയിൽപ്പീലി. മയിൽപ്പീലി ഏവർക്കും കൗതുകം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ആ മയിൽപ്പീലിയും പറയുന്നത് സപ്തവർണ്ണങ്ങളെയാണ്. യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാനെ കുറിച്ച് പറയുന്നത് ഭഗവാൻ തന്നെയാണ് സൂര്യൻ എന്ന്. 12 സൂര്യവിഭൂതി എന്നൊരു അധ്യായത്തിൽ തന്നെ പറയുന്നു, 12 മാസങ്ങളിൽ ഭഗവാനാകുന്ന സൂര്യൻ വിവിധ രീതിയിൽ പ്രകാശം ചൊരിയുന്നു എന്നാണ്. അപ്പൊ ആ സപ്തവർണ്ണങ്ങളുടെ പ്രതീകമാണ് ഭഗവാൻ ചൂടിയിട്ടുള്ള മയിൽപ്പീലി. അത്രത്തോളം സൂര്യനെ പോലെ സംശോഭിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലാണ് ആ മയിൽപ്പീലിയെ കുറിച്ച് പറയുന്നത്. പിന്നെ മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു. മഞ്ഞ ഐശ്വര്യത്തിന്റെ നിറമാണ്, സമൃദ്ധിയുടെ നിറമാണ്. ആ മഞ്ഞ നിറം കാണുമ്പോൾ കണ്ണുകൾക്കുണ്ടാകുന്ന ഒരു ആകർഷണീയത അത് വളരെ വലുതാണ്. അപ്പൊ ഐശ്വര്യത്തെ പ്രതിദാനം ചെയ്യുന്ന, ഐശ്വര്യത്തെ പകരുന്ന ഭഗവാൻ എന്ന അർത്ഥത്തിലാണ് മഞ്ഞ നിറം ഭഗവാൻ ഉപയോഗിച്ചത്. പിന്നെ ഭഗവാന്റെ കയ്യിൽ എപ്പോഴും ഒരു പുല്ലാങ്കുഴലാണ്. ഹൈന്ദവ ദേവതാ സങ്കല്പങ്ങൾക്കുള്ളൊരു വലിയ പ്രത്യേകത, നമ്മുടെ ദേവതകളെല്ലാം ഈ സംഗീതജ്ഞരാണ്, ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ശിവഭഗവാൻ മനോഹരമായി കടുംതുടിയിലൂടെ വിവിധ താളങ്ങൾ പകരുന്നു. ശിവഭഗവാൻ പാർവതീദേവി ലാസ്യ നടനം ചെയ്യുന്നുവെങ്കിൽ ഭഗവാൻ താണ്ഡവം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സരസ്വതീ ദേവി വളരെ മനോഹരമായി കച്ചപി എന്ന വീണയിലൂടെ സംഗീതം പകരുന്നു. ആഞ്ജനേയൻ പോലും മനോഹരമായി പാട്ടുപാടുന്നു. വിഷ്ണു ഭഗവാന്റെ അംശം തന്നെയായ നാരദൻ മഹതി വീണയിലൂടെ ഹരികീർത്തനങ്ങൾ പാടുന്നു. അപ്പൊ നമ്മുടെ ദേവതാ സങ്കല്പങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെടുന്നത് സംഗീതാത്മകമായിട്ടാണ്. സംഗീതത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ മനസ്സിലെ എല്ലാ ശിഥില ചിന്തകളെയും മാറ്റി മനസ്സിനെ സംശുദ്ധമാക്കാനുള്ള കഴിവ് സംഗീതം. ഉപകരണ സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പുല്ലാങ്കുഴൽ നാടകം.
പുല്ലാങ്കുഴൽ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ശരീരത്തിനെ പ്രതിദാനം ചെയ്യുന്നു. ആ പുല്ലാങ്കുഴൽ ഉണ്ടാക്കുന്ന മുളം തണ്ട് അല്ലെങ്കിൽ ഈറ, ഇത് വളരെ പച്ചയായി ലഭിക്കുമ്പോഴാണ് അതിലാണ് സുഷിരങ്ങൾ ഇടുന്നത്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ ഒരാള് ആഴത്തിൽ അതിനെ തുളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദന ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ആ വേദനയെ ഒരുപക്ഷെ സഹിക്കാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ പുല്ലാങ്കുഴലിൽ എല്ലാ വേദനകളെയും സഹിച്ചതിന് ശേഷം ആ സഹനത്തിൽ നിന്ന് ആണ് ആ പുല്ലാങ്കുഴലിൽ നിന്ന് വളരെ വിശുദ്ധമായ, വളരെ തരളിതമായ, സ്നേഹാർദ്രമായ, കരുണാർദ്രമായ വൈകാരികത്വത്തിന്റെ ഉത്തമാംശങ്ങളെ പകരുന്ന സംഗീതം പുല്ലാങ്കുഴൽ പകർന്നു തരുന്നത്. അപ്പോ അതുകൊണ്ട് സംഗീതാത്മകമാണ് ഈ ലോകം, ഭാവസാന്ദ്രമാണ് ഓരോ നിമിഷവും, ഓരോ ചലനവും താളാത്മകമാണ്. ഈ ഭൂമിയിൽ തന്നെ ഈശ്വരീയതയുടെ ഒരു ലയമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പുല്ലാങ്കുഴൽ നാട്. ആ പാഴ്മുളം തണ്ടിലൂടെ പാട്ടിന്റെ പാലാഴി സൃഷ്ടിച്ച ഭഗവാൻ ആ വൃന്ദാവനത്തിലെ സർവചരാചരങ്ങളെയും തന്നിലേക്ക് ചേർത്ത് പിടിക്കുകയായിരുന്നു. എന്തിനേറെ ആ വൃക്ഷത്തിന്റെ ഇലകൾ ഭഗവാന്റെ പാട്ടിന്റെ താളത്തിനനുസരിച്ച് ചലിക്കുമായിരുന്നു. പൂക്കള് വിടരുന്നത് പുല്ലാങ്കുഴൽ നാദത്തിന്റെ മാധുര്യത്തിനനുസൃതമായിരുന്നു. കുയിലുകൾ പാട്ട് നിർത്തി പുല്ലാങ്കുഴൽ നാദം മനോഹരമായ നാദം കേൾക്കുമായിരുന്നു. ആ പാട്ടിനനുസൃതമായി മയിലുകൾ പീലി വിടർത്തി നൃത്തം ചെയ്യുമായിരുന്നു. ഗോപന്മാരെല്ലാം ഓടിപ്പാഞ്ഞ് ഭഗവാന്റെ അരികിൽ എത്തുമായിരുന്നു. ഗോപികമാരുടെ മനസ്സുകൾ, ഹൃദയങ്ങൾ പ്രണയത്താൽ പൂത്തുലയുമായിരുന്നു. മകന്റെ മിടുക്ക് കണ്ട് നന്ദഗോപരും യശോദയും മറ്റു ഗോപന്മാരുമെല്ലാം വളരെ കൗതുകത്തോടുകൂടി നോക്കി നിൽക്കുമായിരുന്നു. എന്തിനേറെ ആ പുല്ലാങ്കുഴൽ നാദം പകർന്നു തരുന്ന മാസ്മരികമായ പ്രപഞ്ചം പൂർണ്ണമാകുമ്പോൾ എല്ലാവരും കണ്ണനെ ആലിംഗനം ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പൊ ഈശ്വരനിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും വലിയ ഉപാധി, സകല വേദനകളെയും വേദാന്തമാക്കി മാറ്റാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് ഇവിടെ സംഗീതത്തെ ഭഗവാൻ തന്നിലേക്ക് ചേർത്തിരിക്കുന്നത്, പുല്ലാങ്കുഴലിനെ സ്വീകരിച്ചിരിക്കുന്നത്. വളരെ നല്ല ചോദ്യങ്ങളാണ് അഞ്ജന ചോദിച്ചത്. അഞ്ജന നിറവും അതോടൊപ്പം പുല്ലാങ്കുഴൽ നാദവും ആ ഭഗവാന്റെ മഞ്ഞപ്പട്ടും മയിൽപീലിയും ഒക്കെ പ്രതീകാത്മകങ്ങളാണ്. തീർച്ചയായും ആ പരമാത്മ ചൈതന്യത്തെ കൂടുതൽ കൂടുതൽ അടുത്തറിയാൻ, ഹൃദയം കൊണ്ട് സ്വീകരിക്കാനുമുള്ള സാഹചര്യങ്ങളാണ് ഭഗവാൻ തന്നിലൂടെ ഒരുക്കിയിരിക്കുന്നത്. വളരെ സന്തോഷം. വളരെ നന്ദി.